ഹലോ ഗൈസ്, നമുക്ക് ജനറൽ മീറ്റിംഗ് എന്ന ചാപ്റ്റർ പഠിക്കാം. ആദ്യം തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഏതൊക്കെ നിയമങ്ങളിലൂടെയാണ് ഈ ജനറൽ മീറ്റിംഗ് എന്ന ചാപ്റ്റർ കടന്നു പോകുന്നത്, നമുക്ക് ഏതൊക്കെ ലോസ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് കമ്പനീസ് ആക്ട് 2013, രണ്ടാമത്തെ കമ്പനീസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് 2014. മൂന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് SS സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 2. SS2 ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, ജനറൽ മീറ്റിംഗ്. പിന്നെ ഫോർത്ത് സംഭവം നമ്മൾ അറിയേണ്ടത് ദി സെബി LODR റെഗുലേഷൻ 2015. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ജനറൽ മീറ്റിംഗ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ. ഇതാണ് ഇതിന്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഓക്കെ, മെമ്പേഴ്സ് മീറ്റിംഗ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് മെമ്പേഴ്സ് മീറ്റിംഗ്. മെമ്പേഴ്സ് മീറ്റിംഗ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ഓക്കെ, മെമ്പേഴ്സ് മീറ്റിംഗ് മീറ്റിംഗ് 3 ടൈപ്പ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് AGM, അതെന്താ? ആനുവൽ ജനറൽ മീറ്റിംഗ്. രണ്ടാമത്തത് EGM, അത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ക്ലാസ് മീറ്റിംഗ് ആണ്. ക്ലാസ് മീറ്റിംഗ് അങ്ങനെ 3 ടൈപ്പ് മെമ്പേഴ്സ് മീറ്റിംഗ് ആണ് ഉള്ളത്. ഓക്കെ, അതില് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് AGM ആണ്. ഓക്കെ, AGM സെക്ഷൻ 96 ഓഫ് കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്. AGM ഒരു കമ്പനിക്ക് നടത്തണ്ട. OPC, വൺ പേഴ്സൺ കമ്പനി ഡസന്റ് റിക്വയർ ടു കൺവീൻ AGM. ആനുവൽ ജനറൽ മീറ്റിംഗ് വൺ പേഴ്സൺ കമ്പനിക്ക് നടത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു AGM നടത്തുമ്പോൾ ശ്രദ്ധിക്കണം? ഓക്കെ, നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് AGM ഷുഡ് ബി ഹെൽഡ് വൺസ് ഇൻ എ ഇയർ, വൺസ് ഇൻ ഈച്ച് കലണ്ടർ ഇയർ. എല്ലാ കലണ്ടർ ഇയറിലും ഒരിക്കൽ AGM നടത്തണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് AGM ഷുഡ് ബി ഹെൽഡ് വിത്തിൻ എത്ര നാളുകൾക്കുള്ളിൽ ഫസ്റ്റ് AGM നടത്തുന്ന ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്? വിത്തിൻ 9 months ഓഫ് ക്ലോസിംഗ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അത് കഴിഞ്ഞ് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവില്ല March 31. അത് കഴിഞ്ഞിട്ട് 9 monthsനുള്ളിൽ ഫസ്റ്റ് AGM നടത്തണം. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സബ്സിക്വന്റ് AGM, ഫസ്റ്റ് AGMത്തിന് ശേഷമുള്ള AGMs എല്ലാം ഷുഡ് ബി ഹെൽഡ് വിത്തിൻ സബ്സിക്വന്റ് AGM. ഓക്കെ, സബ്സിക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. Subsequent AGM should be held within 6 months.
ഓക്കെ. സബ്സിക്വന്റ് ഏജിയം ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 6 months ഫ്രം ക്ലോസിംഗ് ഓഫ് റിലവന്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇതാണ് 3 കാര്യങ്ങൾ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് ശ്രദ്ധിക്കുമ്പോൾ. 4മതൊരു കാര്യം കൂടി ഉണ്ട്. അത് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ജനറൽ മീറ്റിംഗ്. 2 ജനറൽ മീറ്റിംഗിന്റെ ഗ്യാപ്പ് എത്രയാ? 15 മാസത്തിലും കൂടാൻ പാടില്ല. നോട്ട് ഗ്രേറ്റർ ദാൻ 15 months. 15 മാസത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഫസ്റ്റത്തെ കാര്യം? വൺസ് ഇൻ ഈച്ച് കലണ്ടർ ഇയർ, ഒരിക്കൽ എല്ലാ കലണ്ടർ ഇയറിലും ഒരു പ്രാവശ്യം ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം. ഫസ്റ്റ് AGM 9 monthsനുള്ളിൽ നടത്തണം. സബ്സീക്വന്റ് AGM 6 മാസത്തിനുള്ളിൽ. മനസ്സിലായില്ലേ? ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 9 monthsനുള്ളിൽ ഫസ്റ്റ് AGM നടത്തണം. അത് കഴിഞ്ഞിട്ടുള്ള AGM 6 മാസത്തിനുള്ളിൽ നടത്തണം. ഗ്യാപ്പ് ബിറ്റ്വീൻ 2 AGM, 2 ആനുവൽ ജനറൽ മീറ്റിംഗുകളിന് ഇടയിലുള്ള ഗ്യാപ്പ് 15 മാസത്തിലും കൂടാൻ പാടില്ല. ഓക്കെ, 4 കാര്യങ്ങൾ മനസ്സിലായില്ലേ? അഡീഷണലി ഒരു കാര്യം കൂടി ഉണ്ട് ലിസ്റ്റഡ് എൻറ്റിറ്റീസിന്. ഓക്കെ, ലിസ്റ്റഡ് എൻറ്റിറ്റീസ് should held their annual general meeting within 5 months of end of financial year. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 9 months എന്നുള്ളത് ലിസ്റ്റഡ് കമ്പനീസിന്റെ കാര്യത്തിൽ. ലിസ്റ്റഡ് കമ്പനീസ് ഷുഡ് conduct their AGM within 5 months. ഓക്കെ, ഈ 9 months എന്നുള്ളത് ഇവിടെ 5 months. അതാണ് ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒരു എക്സംഷൻ ഉണ്ട് ഈ കാര്യത്തില്. അതെന്താ എക്സംഷൻ? One person company doesn't require to conduct AGM. No AGM. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.